ചെയർപേഴ്സണായിട്ടുള്ള അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ വേദിയിൽ തന്നെ നിൽക്കുന്നു. തൊട്ട് മറുവശത്തായി ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ എസ്എഫ്ഐയുടെയും പ്രവർത്തകർ മുദ്രാവാക്യ വിളിയുമായി പ്രതിഷേധിക്കുന്നു. ഒരിക്കലും ഇത്തരത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആരംഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിർമ്മിക്കാൻ പോകുന്ന സ്ഥാപനത്തിന് ആർഎസ്എസ് നേതാവിന്റെ പേരിടാൻ അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എസ്എഫ്ഐയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ ഉദ്ഘാടനം തടഞ്ഞുകൊണ്ട് ഇപ്പോൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ്. നേരത്തെ തന്നെ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് തൊട്ട് പിന്നീടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ ഉദ്ഘാടനം നടത്തുന്ന വേദിയിലേക്ക് എത്തി പ്രതിഷേധം ആരംഭിച്ചത്. അതായത് ഈ ഭൗതിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ടാണ് പാലക്കാട് നഗരസഭ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തായി ഇത്തരത്തിലൊരു കേന്ദ്രം ആരംഭിച്ചത്. ഏകദേശം 1,25,00,000 രൂപയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ആകെ ചെലവ് വരുന്നത്. അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിന് ഒരിക്കലും സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇപ്പോൾ പ്രതിഷേധവുമായി ഇപ്പോൾ ആ മേഖലയിൽ തന്നെ തുടരുന്നത്. ഒരു വശത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴ നട്ട് പ്രതിഷേധിക്കുമ്പോൾ മറുവശത്ത് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ നിർമ്മാണ ഉദ്ഘാടനം തടഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നത്. വേദിയിലേക്ക് ഇപ്പോൾ ബിജെപി അത് ബിജെപി ഭരിക്കുന്ന നഗരസഭയുടെ അധികൃതർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൂജാ ചടങ്ങുകൾ നടന്നതായാണ് ലഭ്യമാകുന്ന സൂചന. അതിനുശേഷമാണ് പിന്നീട് തറക്കല്ലിടൽ ചടങ്ങ് നടത്താൻ വേണ്ടിയുള്ള തീരുമാനം സ്വീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഇതിനിടയിലാണ് ഇപ്പോൾ ഈ തറക്കല്ലിടാനുള്ള ശ്രമത്തിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം നിലനിൽക്കുന്നത്. ഇപ്പോൾ പോലീസ് ഈ പ്രതിഷേധക്കാരുമായി സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ തിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. തങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ആർഎസ്എസ് സ്ഥാപകന്റെ പേര് ഈ കേന്ദ്രത്തിന്, അതായത് സർക്കാരിന്റെ തുക ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ നഗരസഭയുടെ തുക ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ കേന്ദ്രത്തിന് ഒരിക്കലും ആർഎസ്എസ് സ്ഥാപകന്റെ പേരിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരും കൂടി എത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എസ്എഫ്ഐ പ്രവർത്തകരുമാണെങ്കിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി എത്തിയിട്ടുണ്ട്. അപ്പൊ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നാണോ അരുൺ? നിലവിൽ ഡിവൈഎഫ്ഐയുടെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം ഒരുപോലെ ഇപ്പോൾ വീണ്ടും വേദിക്ക് മുകളിൽ കയറി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ഉദ്ഘാടനം അല്ലെങ്കിൽ നിർമ്മാണ ഉദ്ഘാടനം തടയുകയാണ്. ഒരിക്കലും ഇത്തരത്തിൽ ഈ പേരിട്ടുകൊണ്ട് ഈ പദ്ധതി ആരംഭിക്കാൻ അനുവദിക്കില്ല. ഹെഡ്ഗേവാറിന്റെ പേര് മാറ്റിക്കൊണ്ട് മാത്രമേ തങ്ങൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പറയുന്നത്. അതായത് നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കേന്ദ്രമാണ് നഗരസഭ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 1,25,00,000 രൂപയാണ് ഈ കേന്ദ്രത്തിന് വേണ്ടി നഗരസഭ മാറ്റിവെക്കുകയും ചെയ്തതുപോലെ 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഭൗതിക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള കേന്ദ്രം അത് നഗരസഭ ആരംഭിക്കുമ്പോൾ ആ കേന്ദ്രത്തിന് ഒരിക്കലും ആർഎസ്എസ് സ്ഥാപകന്റെ പേരിടാൻ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ പറയുന്നത്. പോലീസ് പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെയും എസ്എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് കാണുന്നത്. ഈ പ്രദേശത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വാഴ നട്ടു. പാലക്കാട് നഗരസഭയ്ക്കെതിരെയാണ് പ്രതിഷേധം. ബൗദ്ധിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർഎസ്എസ് സ്ഥാപകൻ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിനെ ചൊല്ലിയാണ് പ്രതിഷേധം. ആ ചടങ്ങ് തന്നെ ഇപ്പോൾ അലങ്കോലമായിരിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതികരണങ്ങൾ എടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഡിവൈഎഫ്ഐയുടെ നേതാവിന്റെ പ്രതികരണം വരുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാവുന്നതാണ് എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ രാജ്യത്തിന്റെ നവോത്ഥാന സമരങ്ങളുമായോ റിയാസുദ്ദീന്റെ പ്രതികരണത്തിലേക്ക് സേനയ്ക്ക് ജന്മം നൽകിയ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആർഎസ്എസ് സ്ഥാപകന്റെ പേരാണ് ഈ ഭിന്നശേഷി സ്ഥാപനത്തിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് പാലക്കാട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാം. ഇന്നത് ഹെഡ്ഗേവാർ ആകും, നാളെ ഏത് CSR ഫണ്ടായാലും ആ CSR ഫണ്ട് നൽകിയ സ്ഥാപനത്തെ ഞങ്ങൾ സമീപിക്കും. ഇത് RSS നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹെഡ്ഗേവാർ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി? നിങ്ങൾ ചരിത്രം പഠിച്ചവരല്ലേ? എവിടെയാണ് ഹെഡ്ഗേവാർ ഉള്ളത്? ഇന്ന് ഹെഡ്ഗേവാറാണ്, നാളെ സവർക്കറാണ്, മറ്റന്നാൾ ഗോഡ്സെയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തെ ആകെ RSS എപ്രകാരമാണ് വളച്ചടിക്കുന്നത്? ആ രീതിയിൽ ഈ പാലക്കാടിന്റെ ഇപ്പോൾ BJP പ്രവർത്തകരും ഏറ്റുമുട്ടുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഒറ്റുകാരുടെ സംഘത്തിന്റെ
ജന്മം നൽകിയ ഈ ഹെഡ്ഗവാറിന് നാമധേയം ഇവിടെ നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെതിരായിട്ടാണ് ഈ പ്രതിഷേധം, ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി നടത്തുന്നത് ഞങ്ങൾ ഏതറ്റം വരെയും ഞങ്ങൾ പോയി അതിനെതിരെ പ്രതിഷേധിക്കും. അതാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഇപ്പോൾ ഇക്ബാലുണ്ട്. ഇക്ബാൽ, ഈ പരിപാടി കഴിഞ്ഞോ? എന്താണ് അവസ്ഥ? പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാനെത്തിയ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും നഗരസഭാ അധികാരികളും ഇപ്പോൾ വേദിയിൽ തന്നെ ഇരിപ്പുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കാവുന്നതാണ്. അരുൺ, ഇപ്പോഴും ഈ പ്രതിഷേധം പ്രമീള ദേവിയുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. ഇത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളെ ഈ രാഷ്ട്ര സേവനത്തിനായിട്ട് ഇറങ്ങണം എന്നുള്ള പ്രേരണ നൽകിയ മനുഷ്യനാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഈ ഭരണസമിതി കരുതുന്നത്. ഡോക്ടർ ഹെഡ്ഗേവാർ ആരാണ് എന്ന് ഡിവൈഎഫ്ഐക്കാർ ആദ്യം പഠിക്കട്ടെ. ബഹുമാനനായിട്ടുള്ള ലോക നേതാവ്, ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ കൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ കുടുംബം വിട്ട് വീട് വിട്ട് ഈ രാഷ്ട്രത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രേരണ ഡോക്ടർ ജിയാണ് നൽകിയിട്ടുള്ളത്. 100% ഡോക്ടറുടെ പേര് വെച്ചിട്ട് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകും. ഒരു വിട്ടുവീഴ്ചയുമില്ല. ബൗദ്ധിക നൈപുണ്യ വികസന കേന്ദ്രത്തിന് KB ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകും. ഒരു സ്ഥാപനം BJP ഭരിക്കുന്ന ഒരു നഗരസഭ ഒരു സ്ഥാപനം കൊണ്ടുവരുമ്പോൾ പ്രതിഷേധിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. ഞങ്ങൾ അതിനെ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയമില്ല. ഈ സ്ഥാപനം ഇവിടെ വന്നിരിക്കും. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെയായിരിക്കും ഈ സ്ഥാപനം ഇവിടെ ഉള്ളത്. 100-200ഓളം ഭിന്നശേഷി കുട്ടികളെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളിൽ സംരക്ഷിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിലെ ഇത്തരത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും വേണ്ടിയിട്ട് ഇവിടെ സ്ഥാപനം തുടങ്ങുന്നതിന് ആരെതിർത്താലും ഇത് ഇവിടെ നടത്തിക്കൊണ്ടുപോകും എന്നുള്ള ഉറപ്പ് തരികയാണ്.